ഇപ്പോഴും നിരത്ത് വാഴുന്ന ഒരു രാജാവ് റോയൽ എൻഫീൽഡ് തന്നെയാണ്. അത് പറയാതെ വയ്യ. ഏതൊക്കെ ഭാഗം റെസ്റ്റോർ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ഏതൊക്കെ ഭാഗം ചെയ്തില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ആ എമൗണ്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് തരും. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. നമ്മുടെ ചാനലിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ബുള്ളറ്റിൻ്റെ പ്രേമികളാണ്. ബുള്ളറ്റിനെ അഗാധമായി ആരാധിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചാനലിലുള്ളത്. അതുപോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ടുള്ളൊരു ബുള്ളറ്റിൻ്റെ പ്രേമിയാണ്. അപ്പോൾ എൻ്റെ ഒരു വാഹനം, അതായത് ഈ പുറകെ കാണുന്ന ഈ ഒരു ബുള്ളറ്റ് ഇപ്പോൾ ജസ്റ്റ് റെസ്റ്റോറേഷൻ കഴിഞ്ഞ്, അതായത് എൻ്റെ 100% റെസ്റ്റോറേഷൻ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക, അതിൻ്റെ വിശേഷങ്ങൾ പറയുക എന്നുള്ളൊരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും 2023 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം, ഇതുപോലത്തെ ഒരു വാഹനം എനിക്ക് വേണമായിരുന്നു എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും ഈ ഒരു വാഹനം ചിലപ്പോൾ കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു മത്സരം കൂടെ ഈ ഒരു വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ അടുത്ത ഓണർ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് പഴയ മോഡൽ ബുള്ളറ്റ്, അതായത് ഇപ്പോൾ ജെ സീരീസിൻ്റെ എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ പല മോഡൽസ് ഉണ്ട്, ഹണ്ടർ ഉണ്ട്, പല ഐറ്റങ്ങളുണ്ട്. എന്നിട്ടും എന്തിനാണ് പഴയ മോഡലിലോട്ട് പോകുന്നത്? ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്. അപ്പം അതിന് എൻ്റെ കുറച്ച് മറുപടി ഉണ്ട്. ഒരു വികാരം തന്നെയാണ് ഫസ്റ്റ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അടുത്തത്, ഈ ഒരു വാഹനം പണ്ടത്തെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ ഒരു എൻജിൻ ഡിസൈൻ തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്ത് വന്നിരുന്നത്, അതായത് 2010 വരെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പലരും ചോദിക്കാറുണ്ട്, ചേട്ടാ ഞാൻ ബുള്ളറ്റ് വാങ്ങാൻ പോവുകയാണ്, ഏത് മോഡൽ ബുള്ളറ്റാണ് വാങ്ങേണ്ടത്? അപ്പോൾ ഞാൻ പറയും 2005 മുതൽ 2010 മോഡൽ ബുള്ളറ്റ് വാങ്ങണം, കാരണം അതിന് ഹെവി ക്രാങ്ക് വെയിറ്റ് ആണ്. അപ്പോൾ അതിൽ പെടുന്നൊരു വണ്ടിയാണിത്. 2005 മോഡലിൽ ഹെവി ക്രാങ്ക്, ഏകദേശം 11 കിലോ അടുപ്പിച്ച് ക്രാങ്ക് വെയിറ്റ് വരുന്നൊരു മോഡലാണിത്. പിന്നെ അടുത്തുള്ള ഇതിൻ്റെ ഒരു ബുള്ളറ്റിൻ്റെ ഒരു വിശേഷം, അതായത് പ്രത്യേകിച്ച് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകതയാണ്. അതായത് മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഒരു ഭാഗത്തായിരിക്കുന്നത്, ക്ലച്ച് ഒരു ഭാഗത്തായിരിക്കുന്നത്, ഗിയർ ബോക്സ് വേറൊരു ഭാഗത്തായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ശരിയാക്കാൻ സാധിക്കും. അതായത് ക്ലച്ചിൻ്റെ പ്ലേറ്റ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ മൊത്തമായിട്ട് ഇറക്കണ്ട, ഈ ഒരു ക്ലച്ച് സൈഡ് മാത്രം ഇളക്കിയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ കാലഘട്ടത്തിലുള്ളൊരു ഡിസൈൻ വൈദഗ്ധ്യത്തിൻ്റെ ഭാഗമായിരിക്കാം. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രയിൽ നിന്നും ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡെൽക്കോ ഉണ്ട്. ഈ ഒരു ഡെൽക്കോ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഇലക്ട്രോ വണ്ടിയിൽ ഉണ്ടായതല്ല. അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡെൽക്കോ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ചെയ്യാനും റിട്ടയർഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമൈസേഷൻ സാധ്യമാകുന്ന ഒരു വാഹനമാണ്. എനിക്കൊന്നും ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വാഹനത്തിനും ഈ ഒരു കസ്റ്റമൈസേഷൻ സാധ്യതയില്ല. പിന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെ വേറെയും വാഹനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ RD 350 ഉണ്ടായിരുന്നു, യമഹ ഉണ്ടായിരുന്നു, അതെല്ലാം 2 സ്ട്രോക്ക് വാഹനങ്ങളായിരുന്നു. പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ഡിസൈൻ വെച്ചിട്ട് ഇപ്പോഴും നിരത്ത് വാഴുന്ന ഒരു രാജാവ് റോയൽ എൻഫീൽഡ് തന്നെയാണ്. അത് പറയാതെ വയ്യ. പല ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ഏത് വണ്ടിയാണ് എടുക്കേണ്ടത്? പഴയ മോഡൽ വണ്ടി 1960 എടുക്കണോ, 50 എടുക്കണോ? അപ്പോൾ അങ്ങനെയൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരുടെ അടുത്തും ആരെൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2005 മുതൽ 2010 മോഡൽ വാഹനങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രാങ്ക് വെയിറ്റ് കൂടിയ വാഹനമാണ്. ഏകദേശം 11 കിലോ അടുപ്പിച്ചിട്ട് ക്രാങ്ക് വെയിറ്റ് ഉള്ളൊരു വാഹനമാണ്. അതായത് നമുക്ക് ടോപ്പ് സ്പീഡിൽ ഒരു 20 km/h വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതുമല്ല, ഈ വാഹനം അധികം കിലോമീറ്ററുകൾ താണ്ടിയ വാഹനമായിരിക്കില്ല നമുക്ക് കിട്ടുന്ന വാഹനം. അതേസമയം നമ്മൾ ഒരു 1980 മോഡലോ 1970 മോഡലോ അങ്ങനെയുള്ള പഴയ വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ജീവിതപാതയിൽ ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്തായിരിക്കും. ചിലപ്പോൾ ഒരു 3-4 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്ത വാഹനമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള എഞ്ചിൻ്റെ തേയ്മാനങ്ങളും മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ കാണും, എഞ്ചിൻ ലീക്ക് കാണും. അപ്പോൾ അതൊക്കെ ചെയ്ത് റിപ്പയർ ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഒരു വർക്ക്ഷോപ്പിൽ ഒരു മേസ്ത്രി എടുത്ത് തുറക്കുമ്പോൾ തന്നെ അതിന് നട്ടും ബോൾട്ടും സ്റ്റഡും എല്ലാം കൂടെ ഊരി വരും. അപ്പോൾ അവർക്കതൊരു വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം 2005-10 മോഡലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളുടെ എഞ്ചിൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് കാണത്തില്ല. അതായത് സീൽഡ് എഞ്ചിനായിട്ട് തന്നെ ആയിരിക്കും വണ്ടി ഇപ്പോഴും ഓടുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും ചോദിക്കുമ്പോഴേക്കും 2005-10 മോഡൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വികാരം, അതായത് ഈ ഒരു വാഹനം എനിക്ക് ആദ്യമായിട്ട് ഓടിക്കാൻ തന്നത് നമ്മുടെ ഗോഡ്ഫ്രീ സാറാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അതായത് എൻ്റെ 22ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അന്ന് തൊട്ട് തോന്നിയൊരു മോഹമാണ് ഒരു വാഹനം സ്വന്തമാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരുടെയും മാനസികാവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു ചേട്ടന്മാർ, അതായത് നമ്മൾ
ആരാധനയോടെ കാണുന്ന ചില ചേട്ടന്മാരുണ്ടാവും. അപ്പോൾ അവരുടെ വാഹനം, അപ്പോൾ അവരുപയോഗിക്കുന്ന വാഹനം നമുക്കും വേണം എന്നുള്ളൊരു വികാരം. പിന്നെ അടുത്ത് ഞാൻ ഈ വണ്ടിയിൽ റെസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ ഭാഗം റെസ്റ്റോർ ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ഏതൊക്കെ ഭാഗം ചെയ്തില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതായത് ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് മാത്രമേ റെസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് തൊടാതിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം പുതിയതാണ്. പുതിയതെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പുതിയത്. അതായത് എൻജിൻ സിലിണ്ടർ ഹെഡ് എൻജിൻ റീബോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മുടെ ഒരു കോൺടെസ്റ്റ് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ വില, അതായത് ഈ ഒരു വണ്ടി ഞാൻ വാങ്ങിയ വില തൽക്കാലം ഞാൻ പറയുന്നില്ല. അതായത് ഞാൻ പോലീസിൽ നിന്ന് ഓപ്ഷനിൽ എടുത്തൊരു വണ്ടിയാണിത്, 2005 മോഡൽ. നിങ്ങൾ വണ്ടി നമ്പർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, KL01AK. അപ്പോൾ കേരളത്തിലുള്ള ഏത് ജില്ലയിലും ഇപ്പോഴും പോലീസുകാർ ഉപയോഗിക്കുന്ന വണ്ടിയുടെ സീരിയൽ നമ്പർ മിക്കവാറും ഇതായിരിക്കും, AK AG നമ്പറുകളായിരിക്കും പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഓപ്ഷനിൽ എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ തൽക്കാലം ആ വണ്ടി വില പറയുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള ചിലവ്, അങ്ങനെയുള്ള എല്ലാ ചിലവും കൂടെ കൂട്ടിയിട്ട് എത്ര രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയത് എന്ന് കൃത്യമായിട്ട് പ്രവചിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യവാന്, അതായത് ആ ഒരാൾ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഗ്രീൻ ടെക്കിൻ്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർ ആയിരിക്കണം. മാത്രമല്ല എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. ഞാൻ ഇൻസ്റ്റയിൽ ഈ വണ്ടിയിലിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അനീഷ് ഇൻസ്റ്റയിൽ എന്നാണ് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടിലും ഫോളോ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ, അതായത് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ വണ്ടിയുടെ വില എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രവചിക്കുകയാണ്. അതിൽ 1 രൂപ നിരക്കില്ല. അതായത് ഇപ്പോൾ ഇതിൻ്റെ 1,50,000 എന്നാണെന്നെങ്കിൽ 1,50,000 അത് പ്രവചിക്കുക. 1,50,000 1 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, രണ്ടും കിട്ടത്തില്ല. അതായത് 1 രൂപ കണക്കില്ല, അവസാനത്തെ അക്കം വെച്ചിട്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് പ്രവചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി കൊടുക്കാൻ വില്ലിങ്ങാണ്. അതൊരു വെല്ലുവിളിയാണ്. ഓക്കെ, എന്തായാലും നോക്കാം, മുന്നോട്ട് പോകാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. എന്തായാലും ഫ്രണ്ടിൽ നിന്ന് പറയാം. ഈ വാഹനത്തിൻ്റെ 2 മിറർ പുതിയതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലോക്ക് സെറ്റ് പുതിയതാണ്. ഈ വാഹനത്തിൻ്റെ മീറ്റർ, ഇത് ക്ലാസിക്കിൻ്റെ മീറ്ററാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അത് പുതിയതാണ്. ആംബിയർ മീറ്റർ പുതിയതാണ്. ഇതിൻ്റെ നട്ട് ബോൾട്ടുകൾ പുതിയതാണ്. ഹാൻഡിൽ പുതിയതാണ്. സ്വിച്ചസ് പുതിയതാണ്. ലിവർ പുതിയതാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പുതിയതാണ്. ഇത് ക്ലാസിക്കിൻ്റെ ഹെഡ്ലൈറ്റാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇത് നമ്മുടെ ഈ ഏഞ്ചലയോ ഈ സാധനം ഇത് പുതിയതാണ്. ഇൻഡിക്കേറ്റേഴ്സ് പുതിയതാണ്. ഇതിൻ്റെ ഫോർക്ക് പഴയത് തന്നെയാണ്, അത് റീകണ്ടീഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മഡ് ഗാർഡുകളെല്ലാം പെയിൻ്റ് അടിച്ചതാണ്, ഫുള്ള് പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. ഇത് സ്റ്റീൽ കമ്പിയാണ്. ഇതിൻ്റെ റിമ്മ് പഴയതാണ്. ഇത് 2005 മോഡലിൻ്റെ നേരത്തെ വണ്ടിയിൽ ഉണ്ടായിരുന്ന റിമ്മ് തന്നെയാണ്. പ്ലേറ്റിംഗ് ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഹബ്ബ് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ബഫ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് സ്റ്റീൽ കമ്പിയാണ്, പ്യുവർ സ്റ്റീൽ കമ്പിയാണ്, തുരുമ്പിക്കത്തില്ല. പിന്നെ ഇത് ക്രാഷ് ഗാർഡ് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡാണ്. ഇതിൻ്റെ എൻജിൻ സൈഡ് ചെയ്തിരിക്കുന്നത് എൻജിൻ സിലിണ്ടർ റീബോർ ചെയ്തിരിക്കുകയാണ്. 0.5 മില്ലിമീറ്ററിൻ്റെ ഓവർ സൈസ് റീബോർ ചെയ്തിട്ടിരിക്കുകയാണ്. സ്പാർക്ക് പ്ലഗ് പുതിയതാണ്. എൻജിൻ പണി ചെയ്തിട്ടുണ്ട്, ലെയ്ത്ത് വർക്ക് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് സൈഡിൽ അതിൻ്റെ കോയിൽ പുതിയതാണ്. അതിൻ്റെ മാഗ്നറ്റ് പുതിയതാണ്. അതിൻ്റെ 4 പ്ലേറ്റ് ക്ലച്ചാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് 2000 മുതലാണെന്ന് തോന്നുന്നു. അല്ല, 2000 മുതൽ 94 ആ പീരീഡിൽ ഡീസൽ ബുള്ളറ്റിൽ 4 പ്ലേറ്റ് ക്ലച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ പെട്രോൾ ബുള്ളറ്റിന് 4 പ്ലേറ്റ് ക്ലച്ചാണ് വന്നിട്ടുള്ളത്. ഈ മോഡലിന് 4 പ്ലേറ്റ് ക്ലച്ചാണുള്ളത്. അതേസമയം പഴയ 80 മോഡൽ വണ്ടികളിൽ 4 പ്ലേറ്റ് ഇല്ല, 3 പ്ലേറ്റ് ക്ലച്ചാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ 4 പ്ലേറ്റ് ക്ലച്ച് അസംബ്ലി പുതിയതാണ്. ഗിയർ ബോക്സ് പഴയതാണ്. ഡെൽക്കോ പുതിയതാണ്. പിന്നെ ബാറ്ററി പുതിയതാണ്. ബാറ്ററി കവർ പുതിയതാണ്. സൈഡ് സ്റ്റാൻഡ് പുതിയതാണ്. 2 ടയറും പുതിയതാണ്. ബാക്ക് ഷോക്ക് അബ്സോർബർ പുതിയതാണ്. നമ്മുടെ സാരി ഗാർഡ് പുതിയതാണ്. നമ്പർ പ്ലേറ്റ് പുതിയതാണ്. ഇൻഡിക്കേറ്റേഴ്സ് പുതിയതാണ്. സീറ്റ് പുതിയതാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും പുതിയതാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ ഇടിയാണ്, അതിൻ്റെ ബീറ്റാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ തളർത്തിക്കളയുന്ന ഒരു സാധനം. അതായത് മറ്റ് വാഹനങ്ങളിൽ നിന്നും നമ്മളെ ഈ ഒരു വാഹനത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഭാഗം ഇതിൻ്റെ ബീറ്റ് തന്നെയാണ്. ആ ഒരു ബീറ്റും പ്രത്യേകിച്ച് 2005-10 മോഡലുകൾക്കാണ് കൂടുതൽ മെച്ചമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ തന്നെ ഞാൻ വേറൊരു സ്പോർട്സ് ബൈക്കുകളും, അതായത് ചെറിയ മോഡൽ 150 cc 200 cc സ്പോർട്സ് ബൈക്കൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും നമ്മളൊരു പുതിയ വാഹനം വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇതിലോട്ട് പോകുമ്പോഴേക്കും ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഒക്കെ ഭീകരമാണ്. അതായത് ബുള്ളറ്റ് കൊടുക്കാൻ ഒന്നും വിചാരിച്ചാൽ തന്നെ അടുത്ത ദിവസം വിറ്റ് പോകും. അതേസമയം നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സ്പോർട്സ് ബൈക്കോ
വേറെ ഏത് ബൈക്കാണെങ്കിലും ശരി നമുക്കതിന് റീസെയിൽ വളരെ കുറവാണ്, അതായത് ഡിമാൻഡ് കുറവാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. എന്തായാലും പോട്ടെ, നമുക്ക് ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ ഓടിക്കുന്ന ശബ്ദവും മറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, കുറച്ച് പേർക്കെങ്കിലും ഇത് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷം ഒരുപാട് പുതിയ പരിപാടികളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നേരത്തെ നമ്മൾ ഇലക്ട്രിക് ബുള്ളറ്റ് ചെയ്തതുപോലെ വേറൊരു ബൈക്കിലും എന്നെ ഇലക്ട്രിക് ആക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മുടെ പ്ലാനിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.